ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മത്തങ്ങ കൊണ്ട് ഒരു കിടിലൻ ഒഴിച്ചെറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഇവിടെ എടുത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അതിൻ്റെ തൊലിയെല്ലാം കളയണം. തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകിയെടുക്കുക. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കഴുകിയെടുത്തോണ്ട് വരാം. മത്തങ്ങയൊക്കെ അരിഞ്ഞൊരു ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അത് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചെറിയ ഉള്ളി ചതച്ചതും 1 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് കീറിയത് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. മത്തങ്ങയൊക്കെ നന്നായിട്ട് വേകണം. മത്തങ്ങ അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 മുറി തേങ്ങ തിരുമിയതും 1 ടീസ്പൂൺ ജീരകവും കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനി അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, തേങ്ങയും ജീരകവും കൂടി. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/2 കപ്പ്, ഈ ചെറിയ കപ്പാണത്, ഈ കപ്പിന് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ച് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. ഇപ്പോൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയൊക്കെ എന്തായി എന്ന് തുറന്നു നോക്കാം. മത്തങ്ങയൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട ശേഷം ഈ മത്തങ്ങ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട് മത്തങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പം മത്തങ്ങയൊക്കെ ചെറുതായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും ജീരകവും കൂടി അരച്ചതാണ്, അതൊഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ചൂടാകണം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഈ ബൗള് കഴുകി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നല്ല കട്ടിയായിട്ടിരിക്കുകയല്ലേ, അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അരപ്പെല്ലാം ഒന്ന് ചൂടായി വരണം. ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. അരപ്പൊക്കെ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുക. തൈരും കറിവേപ്പിലയും കൂടെ അടിച്ചെടുത്തതാണ്, അതും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ തീ അണച്ചു കൊടുക്കുക. മഞ്ഞപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. കളർ കുറവാണെങ്കിൽ ഒരല്പം മഞ്ഞപ്പൊടി കൂടെ ചേർക്കാം. ഇപ്പോൾ കളറുണ്ട്. ഇപ്പോൾ തീയൊക്കെ അണച്ചിട്ടുണ്ട്. ചട്ടിക്ക് നല്ല ചൂടായത് കൊണ്ട് തന്നെ ഈ മോരെല്ലാം ഒന്ന് ചൂടായി വരും. അങ്ങനെ സ്വാദിഷ്ടമായ മത്തങ്ങ ഒഴിച്ചു കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഒരു ഒഴിച്ചു കറി. ചോറിന് ഒഴിച്ച് കഴിക്കാൻ ഇത് മാത്രം മതി. കണ്ടോ, ഇനി ഇതിലേക്ക് താളിച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയാണ് താളിച്ചത്. എല്ലാം ഒരു ഒഴിച്ചു കറിയാണ്. എല്ലാവരും ഇതിങ്ങനെ തയ്യാറാക്കി നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.